നമസ്കാരം, വിൻസൻ മാമൻ, ദ ഇൻ്റഗ്രേറ്റർ. ഞാൻ ഇവിടെ ഒരു സീരീസ് ഓഫ് വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. മറ്റൊന്നുമല്ല, ടെക്നോളജിയാണ്. ഇവിടെ അറിവുകളാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ അറിയിക്കണം, നിങ്ങളെ മനസ്സിലാക്കി തരണം എന്ന് തോന്നി. കാരണം എൻ്റെ ഓരോ യാത്രയിലും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും അവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില പോരായ്മകളെ അതില്ലായിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ പറ്റിക്കപ്പെടില്ലായിരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ എത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സീരീസുമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ടെക്നോളജിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഇത് കോമൺ ആയിട്ട് ടെക്നോളജി എന്ന് മാത്രമേ ഈ ടോപ്പിക്കുള്ളൂ. ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്തിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും അറിയാം, എല്ലാ ടെക്നോളജിയും പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും നമുക്കൊന്നും ചെയ്യാനാവില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യം, പലരും അറിവില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് അവരുപയോഗിക്കുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന വീഡിയോസാണ് തീർച്ചയായിട്ടും ഇതിൽ വരുന്നത്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഭവമാണ്. കാരണം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന നിമിഷം മുതൽ നമ്മളെ നോക്കുന്നത് ഒരു ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതൊരു വലിയ ടെക്നോളജിയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഈ ലോകത്തുള്ള എല്ലാ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജികളെ കുറിച്ചും എനിക്കറിവുണ്ടും അല്ല ഇതിനർത്ഥം. എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ, ചില എഞ്ചിനീയറിംഗ് സൈഡുകൾ ഒക്കെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. കൂടുതലായിട്ടും ഇലക്ട്രിക്കലായിരിക്കും, അല്പമൊക്കെ മെക്കാനിക്കലും ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യമായി വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ചില പാർട്ടുകളാണ്. അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും ഓരോരുത്തരും ചിന്തിക്കുന്നത്, ഒരു ടെക്നോളജി എനിക്ക് വേണം, പക്ഷേ അതെനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ അതെനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് തിരിച്ചറിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ചില അവസരങ്ങളുണ്ട്. അവിടെയാണ് നിങ്ങളെ സഹായിക്കാനായിട്ട് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണമെന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒരു 10 പോയിന്റുകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ഈ 10 പോയിന്റുകൾ എന്ന് പറയുന്നത് ഒരു മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഓരോന്നിലേക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അത് ഇന്ന് പോകുന്നില്ല, പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഓരോ സമയത്തും നമ്മൾ പോകും. അപ്പം ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ദ ടെക്നോളജി. ഒരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ടെക്നോളജിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം. എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ആ ടെക്നോളജിയുടെ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻ വ്യക്തിപരമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ഒരു ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ 10 പടവുകൾ കയറി കഴിയുമ്പോൾ ഒരിക്കലും നിങ്ങളൊരു തെറ്റിൽ ചെന്ന് ചാടില്ല, വീഴില്ല. വീഴ്ത്താൻ ആർക്കും പറ്റുകയില്ല. രണ്ടാമത്തെ കാര്യം, അസസ്മെന്റ് ഓഫ് നീഡ്സ്.
നമ്മുടെ ആവശ്യത്തെ ആക്സസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അനാവശ്യമായ ഒരു ടെക്നോളജി നമ്മൾ ഒരിക്കലും വാങ്ങിവെക്കപ്പെടേണ്ടി വരില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൻ്റെ ഒരു ടെക്നോളജി നമ്മൾ വാങ്ങുന്നത് നമ്മളുടെ ചില എഫേർട്ടുകൾ കുറയ്ക്കാനും, അല്ലെങ്കിൽ നമ്മൾ ഒരു മാൻ പവർ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളെ ഓട്ടോമാറ്റിക്കായി അതിൽ കൂടുതൽ ചെയ്യിക്കാനോ ഒക്കെ ആയിരിക്കുമല്ലോ ഒരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്നോളജി നമ്മളുടെ ആവശ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, എഫക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോകാൻ പറ്റും ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. മൂന്നാമത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. പലപ്പോഴും നമ്മൾ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് പ്രൈസ് അനാലിസിസ് ആണ്. പ്രൈസ് അനാലിസിസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കും, പ്രൈസ് അനാലിസിസ് വേണ്ട എന്നല്ല, പ്രൈസ് അനാലിസിസ് വേണം, പക്ഷേ ഇമ്പോർട്ടൻ്റ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനായിരിക്കണം. കാരണം ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി എ എന്ന എമൗണ്ട് മുടക്കി വാങ്ങി വെച്ചു, പക്ഷേ അതിന് വേണ്ട മെയിൻ്റനൻസിനും മറ്റു കാര്യങ്ങൾക്കുമായി വീണ്ടും ഓരോ മാസവും വീണ്ടും പൈസ മുടക്കേണ്ട ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും, ടോട്ടൽ കോസ്റ്റിംഗ് കൂടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ബി എന്ന എമൗണ്ട് മുടക്കി നമ്മൾ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ എല്ലാ മാസവും മറ്റതിന് വേണ്ടി വരുന്ന അത്ര ചെലവ് വരുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കോസ്റ്റ് അനാലിസിസിനെ കുറിച്ചാണ്, പ്രൈസ് അനാലിസിസിനെ കുറിച്ചല്ല. നാലാമത്തെ കാര്യമാണ് കോമ്പാറ്റബിലിറ്റി. ഒരു ടെക്നോളജി വാങ്ങുമ്പോൾ അത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനെ ഏത് രീതിയിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഈ ടെക്നോളജിക്ക് താങ്ങാകും, അല്ലെങ്കിൽ അതിനുള്ള സ്പേസ്, അതിനുള്ള ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിൽ വേണ്ട ഏരിയ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഏരിയകളൊന്നുമില്ലാതെ ഒരു ടെക്നോളജി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുറത്ത് വെച്ച് ഒരു കവർ ചെയ്തിട്ടിട്ട് മഴയും വെയിലും ഒക്കെ കൊണ്ട് അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷമാണ് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനനുസരിച്ചുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യം ചിന്തിച്ചെന്നാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഈ ടെക്നോളജിയിലേക്ക് അടുക്കാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടാണ് റിസ്ക് അസസ്മെന്റ്. എല്ലാ ടെക്നോളജികൾക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. ഈ റിസ്ക് എന്തുമാത്രമുണ്ട്, എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതിൻ്റെ ടെക്നിക്കൽ റിസ്ക്, ഏതെങ്കിലും കാര്യം കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് ഈസിലി അറ്റൻഡ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അത് അറ്റൻഡ് ചെയ്ത് അത് പ്രൊഡക്ഷൻ റെസ്യൂം ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിൻ്റെ സേഫ്റ്റി ഈ പറയുന്ന മെഷീനോ അല്ലെങ്കിൽ ഈ ടെക്നോളജി അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ ആർക്കെങ്കിലും ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും അപായങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ ആ ടെക്നോളജിക്ക് ഉണ്ടെങ്കിൽ അത് കവേർഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അതിനുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. പിന്നെ അതിൻ്റെ സെക്യൂരിറ്റി, ഈ പറയുന്ന സിസ്റ്റം, ഈ ഒരു ടെക്നോളജി നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് സിസ്റ്റംസിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുമോ, ബാധിക്കാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ റെഗുലേറ്ററി ആൻഡ് ഓപ്പറേഷണൽ, ഈ ഒരു ടെക്നോളജി നമ്മൾക്ക് വിൽക്കാൻ ചില റെഗുലേഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ റെഗുലേഷൻസ് എല്ലാം പാലിക്കുന്നവയാണോ ഈ ടെക്നോളജി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓപ്പറേഷണൽ,
ഏറ്റവും ഈസി ആയിട്ട് അത് ഓപ്പറേഷൻ ചെയ്യാൻ, എഫേർട്ട്ലെസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഈ ടെക്നോളജിയിലേക്ക് എടുക്കാം. അടുത്തതാണ് സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓരോ ടെക്നോളജിക്കും അതിൻ്റെതായിട്ടുള്ള സ്കെയിലബിലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ടെക്നോളജി സ്കെയിലബിൾ അല്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നാളെ കൂടി വരാം, നമ്മളുടെ റിക്വയർമെന്റ് കൂടാം. ഈ കൂടുതൽ റിക്വയർമെന്റ് വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ ടെക്നോളജിയെ എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഈ അപ്ഗ്രഡേഷനോ എക്സ്പാൻഷനോ ഒക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ ഇത് സ്കെയിലബിൾ ആണോ ഫ്ലെക്സിബിൾ ആണോ എന്ന് ആദ്യമേ മനസ്സിലാക്കി ഇൻസ്റ്റാൾ ചെയ്തെന്നാൽ, നമ്മൾ വാങ്ങി വെച്ചെന്നാൽ നമുക്ക് നാളെ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ വീണ്ടും ഇത് കൂട്ടിക്കൊണ്ടിരിക്കാം. ഇതിൻ്റെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാൻ പറ്റും. ഇല്ലെങ്കിൽ ഇന്ന് വെച്ചു സ്കെയിലബിൾ അല്ല, ഫ്ലെക്സിബിൾ അല്ല, മേടിച്ചു വെച്ചു എന്നുപയോഗിച്ചു, നാളെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പുതിയ ഒരെണ്ണം വന്നു കഴിയുമ്പോൾ ഇതെടുത്ത് കളഞ്ഞിട്ട് അത് വാങ്ങി വെക്കേണ്ടി വരും. അതല്ല വേണ്ടത്. പകരം ചില ടെക്നോളജികളിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, സ്കെയിലബിൾ ആയിരിക്കണം, അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം, ഒക്കെ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭാവിയിലെ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാവുന്ന തരത്തിലാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി എടുക്കാൻ പറ്റും. 7ാമത്തെ പോയിന്റാണ് റെഗുലേറ്ററി ആൻഡ് കംപ്ലൈൻസ് കൺസിഡറേഷൻസ്. നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ടെക്നോളജിക്കും അതിനകത്ത് ചില ടെക്നോളജികൾ റെഗുലേറ്ററി അതോറിറ്റിയുടെ ആവശ്യമില്ല, അവരുടെ റെഗുലേഷൻസിന്റെ ആവശ്യമില്ല, വളരെ ചെറുതാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ചില ടെക്നോളജികൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് റെഗുലേറ്ററി അതോറിറ്റി തന്നിരിക്കുന്ന റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കുവാനും പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ജനറേറ്റർ നമുക്കറിയാം, നമ്മളെല്ലാവരും പലരും നമ്മുടെ വീടുകളിലും ബിസിനസ്സുകളിലും ഒക്കെ ജനറേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്, പവർ ജനറേറ്റേഴ്സ്. ഈ പവർ ജനറേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ റെഗുലേഷൻസ് ഉണ്ട്. അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ആരെങ്കിലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ പോരാ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. പിന്നെ അതിനകത്ത് ചില റെഗുലേഷൻസ് പറയുന്നുണ്ട്, അതിന് എന്തൊക്കെ അതിൻ്റെ കൂടെ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ അനുശാസിക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും അത് ചെയ്യാൻ. അപ്പോൾ ഓരോ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിന് എന്തൊക്കെ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, അവരുടെ ഇൻസ്പെക്ഷൻ എപ്പോൾ വേണം, ഏത് രീതിയിൽ വേണം, ലൈസൻസ് ആണോ സാങ്ഷൻ ആണോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. നമ്മൾ പലപ്പോഴും ഈ ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഒരു വലിയ പങ്ക് ഇതിനകത്തുണ്ട്. നമ്മളൊരു സിസ്റ്റം വാങ്ങി വെച്ചു, അതിന് നാളെ ഒരു കംപ്ലൈന്റ് വന്നു, അതിന് സപ്പോർട്ട് ഇത് മാനുഫാക്ചർ ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്നും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്രിയേറ്റേഴ്സിന്റെ അടുത്ത്, ഇന്നോവേറ്റേഴ്സിന്റെ അടുത്ത് നിന്നും നമുക്കൊരു ടെക്നിക്കൽ സപ്പോർട്ട് വേണം. അതില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായ നമ്മുടെ ടീമിന് ഇതിന്റെ ട്രെയിനിങ് കൊടുക്കാൻ, നമ്മുടെ ടീമിനെ ഈ ഒരു സിസ്റ്റവുമായിട്ട് ഫെമിലറൈസ് ചെയ്യാൻ ഇവർക്ക് അതിനുള്ള അറിവുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതിന്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ നമ്മുടെ ടീമിന് സാധിക്കണം. കാരണം മാനുഫാക്ചറർ അല്ല ഇവിടെ വന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മളും നമ്മുടെ ടീമുമാണിത് ചെയ്യുന്നത്. നമ്മുടെ ടീമിനെ അവർ ട്രെയിൻ ചെയ്ത് നല്ല പ്രൊഫഷണൽ ആക്കി തരണം. അതിന് പറ്റുന്ന ആൾക്കാരാണോ ഇത് വിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 9ാമത്തെ കാര്യം, എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്. നമ്മൾ ഈ വാങ്ങി വെച്ചിരിക്കുന്ന മെഷീൻ അല്ലെങ്കിൽ ടെക്നോളജി ഏതെങ്കിലും രീതിയിൽ പൊല്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ടോ, മലിനീകരണം നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ചില കാര്യങ്ങളിൽ നോക്കുമ്പോൾ ഇപ്പോൾ അറിയാം, നമ്മുടെ പുതിയ വാഹനങ്ങളൊക്കെ വരുന്ന BS6 എന്ന് പറയുന്ന ഒരു റെഗുലേഷനിലാണ് വരുന്നത്. അതിൽ
പുറത്തേക്ക് തള്ളുന്ന പുകയെ അതിലെ മലിനീകരണം വളരെ കുറയ്ക്കത്തക്ക രീതിയിലുള്ള ഒരു സിസ്റ്റം ഇംപ്ലാന്റ് ചെയ്തിട്ടാണ് ഈ വണ്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സിസ്റ്റം ഇംപ്ലാന്റ് ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷനാണ്. അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ കമ്പനികൾക്ക് പറ്റില്ല. അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ പുറത്തിറക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് റെഗുലേഷൻ. ഈ പറയുന്ന സംഗതി എല്ലാം അതുപോലെ തന്നെയാണ്. ഓരോ ടെക്നോളജിക്കും അതിൻ്റെതായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് എൻവയോൺമെന്റൽ ആയിട്ടുള്ള റെഗുലേഷൻസ് പാലിച്ചിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തത്, തീരുമാനമെടുക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുൻപ് എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണിത്. അതാണ് 10ാമത്തെ സ്റ്റെപ്പ്, ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂസ്. ഇതേ ടെക്നോളജി ഇതേ രീതിയിൽ തന്നെ മറ്റു പലരും ഉപയോഗിക്കുന്നുണ്ട്. ഒരാൾക്ക് മാത്രമല്ല അവരത് കൊടുത്തിട്ടുള്ളത്, അല്ല നിങ്ങൾക്ക് മാത്രം തരാൻ ഉണ്ടാക്കിയതല്ല. പകരം ഇതുപോലുള്ള സിമിലർ ആവശ്യങ്ങളുള്ള എല്ലാവർക്കും വേണ്ടി, ഒത്തിരി പേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെന്നും അത് ഉപയോഗിക്കുന്നവരുടെ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, അറിഞ്ഞു വെക്കണം. എന്നിട്ടേ ആ സ്പെസിഫിക് സിസ്റ്റത്തിനെ കുറിച്ച് ചിന്തിക്കാവൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ ശരിയായ തീരുമാനങ്ങൾ എടുത്ത് ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ വരുന്ന ഓരോ വീഡിയോകളിലും തീർച്ചയായിട്ടും ഇതിനെക്കാട്ടിലും നല്ല ടോപ്പിക്കുകൾ ഉണ്ടാവും. സ്പെസിഫിക് ആയിട്ടുള്ള മെഷീനറിയോ അല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായിട്ട് ഒറ്റ വീഡിയോയിൽ കേൾക്കാൻ സാധിക്കില്ലെങ്കിലും പല വീഡിയോകളിലായിട്ട് നമ്മളത് ചെയ്തു കൊണ്ടുവരുന്നതാണ്. അതിൽ ഇലക്ട്രിക്കൽ ഉണ്ടാകും, അല്പസ്വല്പം മെക്കാനിക്കലും ഉണ്ടാകും. എനിക്ക് അറിയാവുന്ന മെക്കാനിക്കൽ അടക്കം തീർച്ചയായിട്ടും അതിൻ്റെ വലിയ തോതിലല്ല, എന്നാൽ സാർവജനികമായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സാധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ചില എക്സ്പേർട്ടുകളുമായിട്ടുള്ള ചില ടോക്കുകൾ, എക്സ്പേർട്സിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്തുണ്ടാകും. ഓരോ തരത്തിലുള്ള സിസ്റ്റത്തെക്കുറിച്ചും എനിക്ക് സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ സംഗതികളും എന്ന് വെച്ച് ഈ ലോകത്തുള്ള എല്ലാ ടെക്നോളജിയെക്കുറിച്ചും എനിക്കറിയാം എന്നുള്ളതല്ല ഇതിനർത്ഥം. പകരം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു ലെവൽ വരെ തീർച്ചയായിട്ടും ഈ വീഡിയോകളിലൂടെ സഹായിക്കുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.